ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു വൺ ഡേ ട്രിപ്പിന്റെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ വർഷം, അതായത് 2025 ഒക്ടോബറിലാണ് നമ്മൾ വണ്ടി വാങ്ങുന്നത്. നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് ആ വണ്ടിയിൽ കുറെ യാത്ര ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഒരു യാത്രയായിട്ട് ഇന്നാണ് നമ്മൾ ആദ്യമായി പോകുന്നത്. അരൂര് പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ പോകുന്നത് ന്യൂ ആനന്ദഭവൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഇത് നമ്മുടെ പനങ്ങാടുള്ള ആനന്ദഭവനാണ്. ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ തവണ ഞാൻ ഇതേ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫുഡാണ്. വിശന്നാൽ നിങ്ങൾ നിങ്ങളല്ലാതാകും എന്നാണല്ലോ. സോ വിശപ്പടക്കിക്കൊണ്ടാവട്ടെ മുന്നോട്ടുള്ള യാത്രയും. വേനലായി എന്ന ഓർമ്മപ്പെടുത്തൽ പോലെ വാഗമരങ്ങൾ പൂത്തുനിൽപ്പുണ്ടായിരുന്നു. ഗുൽമോഹർ എന്നും മേഫ്ലവർ എന്നും ഒക്കെ ഈ വാഗപ്പൂക്കളെ പറയാറുണ്ട്. പ്ലസ് വൺ പഠനകാലത്ത് മോഹനന്റെ ഒരിക്കൽ എന്ന് പറയുന്ന പുസ്തകം ഞാൻ വായിച്ചിരുന്നു. പ്രണയത്തിന്റെയൊക്കെ ഒരു സിമ്പലായിട്ടാണ് നമ്മൾ വാഗമരത്തെയും വാഗപ്പൂക്കളെയും ഒക്കെ പറയുന്നത്. ഞാൻ ഈ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് സംശയം തോന്നുന്നുണ്ടോ? വഴിയരികിൽ കണ്ട ആ മരത്തിൽ വിരിഞ്ഞു നിൽക്കുന്ന ആ റെഡ് പൂക്കളെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞത്. വേനൽക്കാലമായാല് വഴിയരികിലെ മരങ്ങളിലൊക്കെ ഇത് നല്ല ഭംഗിയായി പൂത്തു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതും പല വർണ്ണങ്ങളിലുണ്ട്. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് എന്ന നിറങ്ങളിലാണ് നമ്മൾ അധികവും കാണുന്നത്. വാഗപ്പൂക്കളുടെ കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ആദ്യം പോകാൻ ഉദ്ദേശിക്കുന്നത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയട്ടെ, ഈ ട്രിപ്പ് മുഴുവനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ഞാനാണ് കേട്ടോ. അതിന് എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് നമ്മുടെ ChatGPTയും യൂട്യൂബുമാണ്. വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞതുപോലെ ഒരു വൺ ഡേ ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചില കാര്യങ്ങളിൽ ഒന്ന്, പോകുന്ന സ്ഥലം ഒരുപാട് തിരക്കില്ലാത്ത ഒരു ക്വയറ്റ് പ്ലേസ് ആയിരിക്കണമെന്നും എരമല്ലൂരിൽ നിന്ന് പോയി നമുക്ക് തിരിച്ച് വലിയ ക്ഷീണമില്ലാതെ എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാവണമെന്നും ഇതിനു മുമ്പ് നമ്മൾ പോകാത്ത ഇടങ്ങളാകണമെന്നുമായിരുന്നു. സോ നമ്മൾ ആദ്യം പോകുന്നത് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറിയിലേക്കാണ്. എറണാകുളം ജില്ലയിൽ കോതമംഗലത്തിനടുത്താണ് തട്ടേക്കാട് ബേർഡ് സാങ്ച്വറി സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഒരു ഗ്രൗണ്ട് നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഇങ്ങോട്ടേക്ക് കയറുന്നതിന് ഒരു ചെറിയ എൻട്രി ഫീസ് ആവശ്യമാണ്. ഇവിടെ നമുക്ക് പലതരത്തിലുള്ള കാഴ്ചകൾ കാണാമേ. കുട്ടികൾക്കുള്ളൊരു മിനി പാർക്ക്, ബട്ടർഫ്ലൈ ഗാർഡൻ, ഒരു ചെറിയ മ്യൂസിയം, അതുപോലെ പലതരത്തിലുള്ള മൃഗങ്ങൾ, മത്സ്യങ്ങൾ, പക്ഷികൾ എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ തട്ടേക്കാട് വന്നാൽ കാണാനുണ്ട്. പിന്നെ ഒരു സത്യം പറയാലോ, എനിക്ക് കൂട്ടിലിട്ടിരിക്കുന്ന ഈ മൃഗങ്ങളെയും പക്ഷികളെയും ഒക്കെ നിരീക്ഷിക്കുന്നത് അത്ര വലിയ രസമായിട്ട് തോന്നാറില്ല പൊതുവെ. സോ ഈ ഏരിയയിൽ ഞാൻ അധികം അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് നോക്കിപ്പോയിരുന്നു. പലതരത്തിലുള്ള മത്സ്യങ്ങളെയും പാമ്പുകളെയും ഒക്കെ ഞാൻ കണ്ടിരുന്നു. ആൻഡ് അവിടുന്ന് കുറച്ച് മുന്നോട്ട് വരുമ്പോഴാണ് നമുക്ക് കിഡ്സ് കോർണർ എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കാണാം. അവിടെ ഒരു ചെറിയ രീതിയിലൊരു ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സാധനങ്ങളും അവിടെ ഉണ്ട്. ഈ പാർക്കിന്റെ ഏരിയയിൽ ഞങ്ങൾ കുറച്ചു നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അധികം ആളുകളും ബഹളവും ഒന്നും ഇല്ലാതെ നമുക്ക് ഭയങ്കര ആ ഒരു നിശബ്ദത ആസ്വദിച്ച് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത് പോലെ ഉണ്ടായി. അതുപോലെ ബോട്ടിംഗ് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഇവിടെ ബോട്ടിംഗ് ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. സോ നിങ്ങളിപ്പം ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ കപ്പിളായിട്ടോ ഒക്കെ വന്നാലും നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാനായിട്ടുള്ള കുറേയേറെ കാര്യങ്ങളുണ്ട്. 1983 ഓഗസ്റ്റ് 27-നാണ് ഈ പക്ഷി സങ്കേതം നിലവിൽ വന്നത്. ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നുള്ളതും ഇതിന്റെ മറ്റൊരു പേരാണ്. നിങ്ങളെന്താ പറയുന്നത്? ഞങ്ങൾ നമ്പ്യാർ വട്ടം, നിങ്ങളിതിനെ അല്ല, നമ്പ്യാർ വട്ടം. നമ്പ്യാർ വട്ടോ? അതാരാ? ദിസ് ഈസ് നമ്പ്യാർ വട്ടം. കണ്ടോ, ഇത് ഞാനൊരു പ്രൂഫിനെടുത്ത് വെച്ചേക്കാണ്. ഇപ്പം നടന്നുകൊണ്ടിരുന്ന കോൺവെർസേഷൻ എന്താന്നുള്ളത് ഞാനൊന്ന് ചുരുക്കി പറയാം. എൻ്റെ നാട്ടിൽ ഈ ചെടിയെ നന്ദ്യാർവട്ടം എന്നാണ് പറയുന്നത്. എന്നാൽ ഏട്ടൻ്റെ നാട്ടിൽ ഇതിനെ നമ്പ്യാർവട്ടം എന്നാണ് പറയുന്നത്. സോ ഏട്ടന് തെറ്റിപ്പോയെന്നും ഞാൻ പറഞ്ഞത് ശരിയാണ് എന്നുള്ളതിൻ്റെ ഒരു ആഹ്ലാദ പ്രകടനമാണ് നിങ്ങൾ കണ്ടത്. സോ നിങ്ങളുടെ നാട്ടിൽ എന്താണോ ഇതിനെ പറയുന്നത് അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയൂ കേട്ടോ. ഇവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കിനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു മ്യൂസിയവും ഉണ്ട്. ദേ ആ കാണുന്നതാണ് മ്യൂസിയം. അതിൻ്റെ ഉള്ളിലും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കയറാം. പക്ഷെ എനിക്ക് പൊതുവേ ഈ മ്യൂസിയങ്ങൾ വിസിറ്റ് ചെയ്യുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങളിവിടെ വരുന്നത് ഈ മൃഗങ്ങളെക്കുറിച്ചും ഇവിടുത്തെ പക്ഷികളെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണെങ്കിൽ ഈ മ്യൂസിയം നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. സോ ഈ ഏരിയയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ആ ഫോറസ്റ്റ് വാക്കിംഗ് ഏരിയയിലേക്ക് പോവുകയാണ്. നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മുന്നോട്ടേക്ക് നടന്നു പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ പറഞ്ഞ ഫോറസ്റ്റ് വാക്കിംഗ് ഏരിയാസ് വരുന്നത്. ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്, അതാണെന്ന് തോന്നുന്നു ബംഗ്ലാവ്.
നമ്മൾ പറഞ്ഞ സ്ഥലം ദാ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ല കേട്ടോ. സോ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റീൽ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെള്ളം കയ്യിലെടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഇവിടെ പുറത്തൊരു സെക്യൂരിറ്റി ഉണ്ട്. ആളുടെ അടുത്ത് നമ്മുടെ പേരും ഫോൺ നമ്പരും വരുന്ന സ്ഥലവും ഒക്കെ എഴുതി കൊടുക്കണം. ഈ കാടിൻ്റെ ഉള്ളിൽ മറ്റേ ആ സിനിമയിലെ പോലെ പെട്ടുപോകുവാണ്. എന്ത് ചെയ്യും? അതുപോലെ വിട്ടുപോയി കഴിഞ്ഞാൽ അവിടെ കിടക്കാം. എനിക്ക് ഈ ബട്ടർഫ്ലൈ പാർക്കിനേക്കാളും ഇതാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ലൈക്ക് ഇത് കുറേയും കൂടെ ഒരു കേട്ടോ ഒരു ക്വയറ്റ് പ്ലേസാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ പെരിയാർ നദിയുടെ ഭാഗങ്ങളാണ് നമ്മൾ ആ കാണുന്നത്. കാരണം പെരിയാർ നദി തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലൂടെ ഒഴുകുന്നു എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. സോ ഒക്ടോബറിൽ വന്നാൽ ഏട്ടൻ പറയുന്നത് ദേശാടന കിളികളെ ഒത്തിരി കാണാൻ പറ്റും. ഏട്ടൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് ഇവിടുത്തെ ശരിക്കുള്ള സീസൺ ടൈം. സോ ആ ടൈമിൽ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇവിടെ പക്ഷികളെയും ദേശാടന കിളികളെയും ഒക്കെ കാണാൻ സാധിക്കും. മറ്റേ ഫെൻസിങ് വാൾ ആണെന്ന് തോന്നുന്നു. നമ്മുടെ പാമ്പാടൻ ഷോല നാഷണൽ പാർക്കിലെ ആ വ്ളോഗിൽ ഉണ്ണിച്ചേട്ടൻ പറഞ്ഞ ഫെൻസിങ് വാൾ ആണോ ഇതെന്നറിയില്ല. അതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇതിലെ കൂടെ നടക്കുമ്പോൾ നമ്മൾ കണ്ണും കാതും ഒക്കെ ഒന്ന് കൂർപ്പിച്ച് നടന്നാൽ പലതിനും കാണാൻ പറ്റും. മരപ്പെട്ടിയെ പോലെ തോന്നിക്കുന്ന ഒരു ജീവിയത ഈ മുളയുടെ ഇടയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് മുന്നോട്ടേക്ക് വന്നപ്പോൾ ഒരു ബഗ്ഗി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ആൾക്കാരുമുണ്ട്. ബഗ്ഗി നിർത്തിയിട്ടിരിക്കുന്ന സ്ഥിതിക്ക് അവരെന്തോ കാര്യമായി വീക്ഷിക്കുകയാണെന്നാണ് എൻ്റെ നിഗമനം. ബഗ്ഗിയിലിരിക്കുന്ന ആളുകൾ കാര്യമായി അതിനെപ്പറ്റി സംസാരിക്കുകയും DSLR ക്യാമറയിൽ ഫോട്ടോസ് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ദേ ആ കാണുന്ന പക്ഷിയാണ് കാക്ക മരംകൊത്തി. ഗ്രേറ്റ് ബ്ലാക്ക് വുഡ് പെക്കർ എന്നും വൈറ്റ് ബെല്ലീഡ് വുഡ് പെക്കർ എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ശരീരത്തിന് കറുപ്പ് നിറവും വയറിന് വെളുപ്പ് നിറവും ഉള്ളതുകൊണ്ടാവണം ഇതിനെ അങ്ങനെ വിളിക്കുന്നത്. കാക്കമരംകൊത്തിയിൽ തന്നെ ആൺപക്ഷിക്ക് തലയിൽ ഒരു ചുവന്ന അടയാളം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. Two roads diverged in a yellow boat, and sorry I could not travel both. ദി റോഡ് നോട്ട് ടേക്കൺ എന്ന് റോബർട്ട് ഫ്രോസ്റ്റിന്റെ പോയത്തിലെ ആദ്യത്തെ 2 വരികളാണ്. ദാ ഇവിടെ വഴികൾ രണ്ടായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. നമുക്ക് നേരെ ഇടത്ത് പിടിച്ചാണ് പോവേണ്ടത്. വലത്തോട്ട് പിടിച്ചാൽ എങ്ങോട്ട് പോകും എന്നുള്ളത് അറിയില്ല. എന്തായാലും നമുക്ക് ഇടത്തോട്ട് തന്നെ പോകാം. ഇതിൻ്റെ അകത്ത് കയറിയാൽ വഴി തെറ്റിപ്പോകുമെന്നൊന്നും പേടി വേണ്ട. കാരണം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നമുക്കൊരു സൈൻ ബോർഡ് കാണാൻ പറ്റും. അത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി തിരിച്ചെത്താൻ പറ്റും. എന്താണെന്നറിയില്ല, പഞ്ഞിയുടേതാണെന്ന് തോന്നുന്നു. എനിക്കിത് കാണുമ്പോൾ മറ്റേ മീനിൻ്റെ ചെതുമ്പൽ പോലെ തോന്നുന്നു. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒത്തിരി എക്സൈറ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാണാനുണ്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഈ കാണുന്ന കാഴ്ചകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അധികം ആളും തിരക്കും ഒന്നും ഇല്ലാതെ കാടിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകാൻ ഇഷ്ടമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. നടപ്പെല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളി വന്നിട്ടുണ്ട്. അടുത്ത സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. ബേർഡ് സാഞ്ചുറിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ദേ ഇങ്ങനൊരു വീട് കാണാൻ പറ്റിയിട്ടോ. നല്ല രസമുണ്ട് ആ വീടിൻ്റെ വൈബ് കാണാൻ. കുറേ ചെടികളും പൂക്കളും ഒക്കെ ഉള്ളൊരു വീട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് തന്നെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റ്. റോഡരികിൽ കണ്ട ഈ മാങ്ങാനാറി ചെടിയുടെ കുറച്ച് വിത്തുകൾ ഞാൻ കൈക്കലാക്കിയിട്ടുണ്ട്. മനോഹരമായ പൂക്കൾക്ക് എന്തിനാണ് ഈ മാങ്ങാനാറി എന്നൊക്കെ പേരിടുന്നതെന്ന് ഞാൻ ചിന്തിച്ചു. യെല്ലോ കോസ്മോസ് എന്നും അതുപോലെ സൾഫർ കോസ്മോസ് എന്നും ഒരു പേര് അതിനുണ്ട് കേട്ടോ. കാട് കാണാൻ വരുന്ന ആളുകൾക്ക് അകത്ത് കയറുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ടാവണം. ഈ റെസ്റ്റോറൻറ്റ് അകം മൊത്തം കാട് കൊണ്ട് നിറച്ചേക്കുകയാണ്. അവിടെ നിന്ന് അങ്ങനെ നമ്മളൊരു ഊണാണ് കഴിച്ചത്. ഊണ് കഴിച്ചതിന് ശേഷം നമുക്കിനി അടുത്ത സ്പോട്ടിലേക്ക് പോകണം. അടുത്തത് നമ്മൾ നേരെ പോകുന്നത് ഭൂതത്താൻകെട്ട് ഡാമിലേക്കാണ് കേട്ടോ. ഈ ഭൂതത്താൻകെട്ട് ഡാം എന്ന് പറയുമ്പോഴേ എനിക്ക് പണ്ടൊക്കെ നമ്മൾ ഈ ഹൊറർ ഫിലിമിലൊക്കെ കേൾക്കുന്ന ആ ഒരു ഫീലാണ് കേട്ടോ തോന്നിയത്. ഇതിനിങ്ങനെ പേര് വരാനൊരു ഐതിഹ്യമുണ്ട് കേട്ടോ. എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് പെരിയാർ നദിയിലാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഭൂതങ്ങൾ അല്ലെങ്കിൽ അസുരന്മാര് രാത്രിയുടെ മറവില് മലകൾ കൂട്ടിവെച്ച് പെരിയാറിന്റെ ഒഴുക്ക് തടഞ്ഞൊരു സ്വാഭാവിക ഡാം ഉണ്ടാക്കി എന്ന ഐതിഹ്യത്തിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. പിന്നീട് ഇവിടെ പുതിയൊരു ആധുനിക അണക്കെട്ട് നിർമ്മിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് വിശ്വാസം.
ഇങ്ങനൊരു കഥ കേട്ടപ്പോൾ അതിലൊരു കൗതുകം തോന്നി. ഞാൻ കുറച്ചും കൂടെ ഒന്ന് അന്വേഷിച്ച് നോക്കി. അപ്പോൾ ഇതിന്റെ തന്നെ കുറച്ചും കൂടെ ഒരു എക്സ്പ്ലെയിൻഡ് വേർഷൻ കഥ കിട്ടിയിട്ടുണ്ട്. പരമശിവനും ഭാര്യ പാർവതി ദേവിയും ചെറുതായി ഒന്ന് പിണങ്ങി. അതോടെ കൈലാസം വിട്ട് ഭൂതത്താൻ കെട്ടിനടുത്ത് വന്ന് പരമശിവൻ തപസ് ആരംഭിച്ചു. ശിവനില്ലാതെ കൈലാസത്തിലെ ജീവിതം ദുസ്സഹമായപ്പോൾ വിരഹവേദനയിൽ പാർവതി ദേവി ശിവന്റെ തപസ് മുടക്കി കൈലാസത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ശിവന്റെ തന്നെ ഭൂതഗണങ്ങളെ ചുമതലപ്പെടുത്തി. അവര് ശിവൻ തപസ് ചെയ്യുന്ന ഭാഗത്തിന്റെ താഴെയായി വെള്ളത്തിന് കുറുകെ മലയിടുക്കൽ കല്ലുകൊണ്ട് ചിറകെട്ടാൻ തുടങ്ങി. രാത്രിയിലാണ് ചിറകെട്ടുന്നത്. സൂര്യൻ ഉദിച്ചാൽ ഭൂതങ്ങളുടെ ശക്തി ക്ഷയിക്കുമെന്നാണ് വിശ്വാസം. വെള്ളം നിറഞ്ഞു കഴിയുമ്പോൾ ശിവന്റെ തപസ്സിന് ഭംഗം വന്ന് അദ്ദേഹം തിരികെ കൈലാസത്തിലേക്ക് വരുമെന്നായിരുന്നു അവർ കരുതിയത്. പക്ഷെ ഇക്കാര്യം നേരത്തെ മനസ്സിലാക്കിയ ശിവൻ ചിറകെട്ടി തീരാറായതും അദ്ദേഹം ഉടൻ പൂവൻ കോഴിയുടെ ശബ്ദത്തിൽ കൂവി. കോഴി കൂവുന്ന ശബ്ദം കേട്ടതും നേരം വെളുക്കാറായി. അതിനാൽ തങ്ങളുടെ ശക്തി ക്ഷയിക്കുമെന്നോർത്ത് ഭൂതഗണങ്ങൾ തങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് മടങ്ങിപ്പോയെന്നാണ് വിശ്വാസം. ശിവൻ തപസ് ചെയ്തിരുന്ന ആ സ്ഥലത്താണ് ഇപ്പോൾ തൃക്കാരിയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ചരിത്ര പുസ്തകങ്ങളിൽ പറയുന്ന കഥ ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് 2 വലിയ പ്രളയങ്ങൾ ഉണ്ടായെന്നും അതിനെ തുടർന്ന് മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് വൻ പാറക്കൂട്ടങ്ങൾ മലയിൽ നിന്നും പതിച്ച് പെരിയാറിനെ തടഞ്ഞ് വലിയ ഒരു ചിറയായി രൂപാന്തരപ്പെട്ടു എന്നാണ് കരുതപ്പെടുന്നത്. ഈ കഥകളൊക്കെ അവിടെ നിലനിൽക്കെ നിങ്ങൾ ഭൂതത്താൻകെട്ട് ഡാമിലേക്ക് വന്നാൽ നിങ്ങൾക്ക് കാണാനായിട്ടുള്ളത് ആ ഡാമും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാർക്കുമാണ്. വാച്ചിലേക്ക് നോക്കിയപ്പോൾ സമയം ഇപ്പോൾ 3:30 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും വൈകിക്കാതെ വടാട്ടുപാറയിലേക്ക് പോകാം. ട്രിപ്പ് പ്ലാൻ ചെയ്തത് ഞാനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നുവല്ലോ. ഈ യാത്രയിൽ ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്നത് വടാട്ടുപാറ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ChatGPTയും യൂട്യൂബും ഒക്കെ എന്നോട് പറഞ്ഞത് അത്രയും മനോഹരമായൊരു സ്ഥലമാണ് വടാട്ടുപാറ എന്നുള്ളതാണ്. മാത്രമല്ല പോകുന്ന വഴിയുള്ള കാഴ്ചകളും അത്രയും മനോഹരം തന്നെയാണ്. വീതി കുറഞ്ഞതാണെങ്കിലും നല്ല റോഡാണ്, ചുറ്റും കാടുണ്ട്. നമുക്ക് മനോഹരമായ കാഴ്ചകൾ കണ്ട് തന്നെ വടാട്ടുപാറയിലേക്ക് എത്താൻ സാധിക്കും. പിന്നെ ദാ ഈ ഒരു പോയിന്റിൽ നിന്ന് അങ്ങോട്ടേക്ക് തിരിയുമ്പോഴാണ് ചെറിയ കൺഫ്യൂഷൻ മനസ്സിലേക്ക് വന്നത്. ഇത്ര ചെറിയ റോഡായിരിക്കുമോ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടം കാണാൻ പോകുമ്പോൾ ഉണ്ടാകുന്നത്? ചെറിയ കൺഫ്യൂഷനൊക്കെ തോന്നിയെങ്കിലും ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് നമ്മൾ മുന്നോട്ടേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു പാർക്കിംഗ് സ്പേസിനായിട്ട് ഒരു വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം കണ്ടിരുന്നു. അവിടെ നമ്മുടെ വാഹനമല്ലാതെ മറ്റൊരു വാഹനവും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്നൊരു പയ്യനോട് എവിടെയാണ് ഈ വടാട്ടുപാറ വാട്ടർഫോൾസ് എന്ന് ചോദിച്ചപ്പോൾ ദേ അങ്ങോട്ട് പോയാൽ മതി എന്നവൻ പറഞ്ഞിരുന്നു. ഓരോ കാര്യം ചോദിക്കുമ്പോഴും അവന്റെ മുഖത്ത് എന്തൊക്കെയോ കൺഫ്യൂഷൻസ് ഉള്ള പോലെയാണ് തോന്നിയത്. എന്താണ് ഇവൻ ഇത്ര കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതെന്ന് ആദ്യം വിചാരിച്ചെങ്കിലും മുന്നോട്ടേക്ക് നടന്നപ്പോൾ ഞങ്ങൾക്ക് കാര്യം മനസ്സിലായിരുന്നു. ഇവിടെ കാര്യമായിട്ട് കാണാനൊന്നും തന്നെ ഇല്ല. അത് മറ്റൊന്നും കൊണ്ടല്ല, മഴക്കാലമല്ലാത്ത സമയത്ത് ഇവിടെ വെള്ളം ഒന്നും ഉണ്ടാവില്ല. ദേ ഈ മുമ്പിൽ കാണുന്നത് പോലെ ഡ്രൈ ആയിട്ടുള്ള പാറകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും എക്സൈറ്റ്മെന്റോടെ വന്നിട്ട് ഇങ്ങനെ ആയി പോയപ്പോൾ നല്ല വിഷമം തോന്നിയിരുന്നു കേട്ടോ. പക്ഷെ സാരമില്ല, നമുക്ക് ഓരോ അനുഭവങ്ങളാണല്ലോ നമ്മളെ കൃത്യമായി പലതും പഠിപ്പിച്ചു തരുന്നത്. ഇനി ഇങ്ങനെ ഒരു സ്ഥലം പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും അത് ഇപ്പോൾ സീസൺ ആണോ അല്ലയോ എന്നൊക്കെ അന്വേഷിച്ചിട്ട് മാത്രമേ ഇത്ര എക്സൈറ്റഡ് ആയിട്ട് അങ്ങോട്ടേക്ക് പോകുള്ളൂ. പോയതൊരു നഷ്ടമല്ല എന്ന് ഞങ്ങളെ തോന്നിപ്പിച്ചത് ഈ പോകുന്ന വഴികൾ തന്നെയായിരുന്നു. ഈ വരുന്ന വഴിയിലധികം വീടുകളൊന്നും നമ്മൾ കാണുന്നില്ല. ഫുള്ളൊരു കാട്ടുവഴിയാണ്. പോസ്റ്റുകളെല്ലാം ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ മറിഞ്ഞൊക്കെ ഇങ്ങനെ കിടപ്പുണ്ട്. കാണിക്കാൻ പറ്റില്ല, സോറി. അപ്പോൾ ഇതുവല്ല ആനയുള്ള വഴിയാണോന്ന് ഞങ്ങൾക്ക് ഡൗട്ടുണ്ട്. പക്ഷെ ആനയൊന്നും കാണില്ലായിരിക്കും. ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാനാണ്. ഇവിടെ ഇത്രയും നമ്മൾ ദൂരം ഈ വഴി വന്നിട്ടും ആൾക്കാരെ ആരെയും നമ്മൾ കണ്ടിട്ടില്ല. ഒരു 2-3 വീട് ഇങ്ങനെ ഇടയിലൊരു സ്ഥലത്ത് നിൽക്കുന്നതല്ലാതെ നമ്മളൊന്നും കണ്ടിട്ടില്ല. ഫുള്ള് മരം, പിന്നെ ഈ വഴി അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ ഇങ്ങനെയുള്ള റൂട്ടിൽ കൂടെ വരുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിങ്ങനെ പറയും. എന്താ ഏട്ടാ പറയുന്നത്? മറ്റേ ഈ സിനിമയിലൊക്കെ ചില ഈ ഫ്രം എന്നൊക്കെ പറഞ്ഞ സീരീസ്, അതുപോലെ എന്താണ് സംഭവം അധ്യായം 1, ആ മൂവിയൊക്കെ കണ്ടിട്ടുള്ളവർക്ക് ഇങ്ങോട്ട് നിർത്ത ഒരാളാന്ന് അതൊക്കെ കണ്ടവർക്ക് തോന്നും ഒരു ആ ഒരു വൈബ്, ആ ഒരു സംഭവം നമുക്ക് തോന്നുന്നുണ്ട് ഇവിടെ. ഉണ്ടോ? കാരണം ആരുമില്ല,
ചില പക്ഷികളെയൊക്കെ നമുക്കിങ്ങനെ കാണാം. അങ്ങനെ കുഴപ്പമില്ലായിരിക്കും. ചില നേരത്ത് എനിക്കിങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കുറേ ചിന്തകളൊക്കെ ഉണ്ടാകും. അതൊക്കെ ഒരു ഫണ്ണിന് വേണ്ടി എടുത്താൽ മതി ട്ടോ. കഥപുസ്തകങ്ങളും സിനിമകളും സീരീസുകളും ഒക്കെ കാണുന്നതിന്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കൂട്ടിയാൽ മതി. അങ്ങനെ ദാ നമ്മൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിനടുത്തെത്തിയിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം. എറണാകുളം ജില്ലയുടെ ഇത്ര അടുത്ത് താമസിച്ചിട്ടും ഇന്നാണ് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഞ്ചത്തൊട്ടി തൂക്കുപാലം കാണാൻ വരുന്നത്. 2012 ഈ തൂക്കുപാലം നിർമ്മിക്കപ്പെട്ടത്. വടാട്ടുപാറ കാണാൻ പോയപ്പോൾ ഉണ്ടായിരുന്ന വിഷമങ്ങളൊക്കെ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് തീർന്നു ട്ടോ. മുമ്പ് പോയ സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കുറച്ചും കൂടെ തിരക്കുണ്ടായിരുന്നു. യാത്ര പ്ലാൻ ചെയ്തപ്പോൾ അവസാനം സമയമുണ്ടെങ്കിൽ മാത്രം പോകാമെന്ന് പ്ലാൻ ചെയ്തിരുന്ന സ്ഥലമായിരുന്നു ഈ തൂക്കുപാലം. ഒരു 10-12 വർഷം മുമ്പ് ഞങ്ങൾ കുഞ്ഞമ്മ ജോലി ചെയ്തിരുന്ന കൂട്ടായി എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതായത് മലപ്പുറം തിരൂർ കൂട്ടായിയിൽ ഒരു തൂക്കുപാലം കാണാൻ പോയിരുന്നു. അതുപോലെയൊക്കെ ഉണ്ടാകുള്ളൂ എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇവിടെയും വന്നത് ട്ടോ. പക്ഷെ അതുപോലെയല്ല, ഇത് കുറച്ച് ഡിഫറെൻ്റ് തന്നെയാണ്. നല്ല നീളമുള്ള തൂക്കുപാലം ആയതുകൊണ്ട് കാറ്റടിക്കുമ്പോൾ നമുക്ക് ആ തൂക്കുപാലം ഇങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യും. അത് എത്രത്തോളം ഒരു വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുമെന്നറിയില്ല. അതിലൂടെ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ ഒരു ഫീലിംഗ് കിട്ടുള്ളൂ. ഞാൻ പാലത്തിൽ ആദ്യം കയറിയിട്ട് ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് പോയപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ സൈഡിൽ കൂടെ ഒരു ചേട്ടൻ വളരെ കൂളായിട്ട് സ്പീഡിൽ നടന്നു പോവാണ്. കാരണം അവർ ഈ നാട്ടുകാരാണ്, അവർക്കിത് വളരെ ശീലമുള്ളൊരു കാര്യമാണ്. ഗൈസ്, ആക്ച്വലി ഇത് ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് ശരിക്കും നല്ല പേടി വന്നായിരുന്നു. ഞാൻ വെറുതെ കള്ളം പറയുമല്ല, അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് നല്ല പേടി. ഇങ്ങോട്ട് വന്നപ്പോൾ പാലം നീങ്ങുന്നുണ്ട്, കുറച്ച് ബെറ്ററായി. ബിക്കോസ് ഈ പാലം നീങ്ങുന്ന പോലെ നമുക്ക് തോന്നും, അങ്ങോട്ട് പോകുന്ന പോലെ തോന്നും. പിന്നെ ഇതിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ഇത്ര ആളുകളും കൂടുതൽ ഇത് കയറരുത്, അതുപോലെ 2 വീലേഴ്സ് ഒന്നും ഇതിൽ അലൗഡ് അല്ലാതെ. അങ്ങനെ അധികം ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ വന്ന സ്ഥലമായിരുന്നു ഇഞ്ചത്തൊട്ടിയെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഇത്. പിന്നെ ഇവിടെ ഇഷ്ടപ്പെടാൻ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. ഈ ഒരു ചായക്കട ഈ ഒരു ഇഞ്ചത്തൊട്ടി പാലത്തിൻ്റെ അടുത്തോട്ട് കയറുന്ന സൈഡിൽ തന്നെ ഉള്ള ഒരു കടയാണ്. ഒരമ്മയും മോനും കൂടെ നടത്തുന്ന കടയാണ്. പറയാതിരിക്കാൻ പറ്റില്ല, പലതരത്തിലുള്ള ബജികളും ചായയൊക്കെ നമ്മൾ പല സ്ഥലത്തുനിന്ന് കുടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ ഒട്ടും എക്സാഗറേറ്റ് ചെയ്ത് പറയില്ല, അത്രയും ടേസ്റ്റ് ആയിരുന്നു. നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഈ ഒരു അമ്മച്ചിയുടെയും ഈ ചേട്ടൻ്റെയും ചായക്കട നിങ്ങൾ മിസ്സാക്കരുത്. കാരണം അത് അത്രയും വേർത്താണ്. അപ്പോൾ കടയുടെ പുറത്തുനിന്നുള്ളൊരു വ്യൂവും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ കട. ഇപ്പോൾ സമയം 5:45 നമുക്ക് യാത്രയൊക്കെ അവസാനിപ്പിച്ച് വീട്ടിലേക്ക് മടങ്ങേണ്ട സമയമായി. ആൻഡ് നമ്മളുടെ കഥയും വിശേഷങ്ങളും ഒന്നും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ടാറ്റാ, ബൈ ബൈ.